ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പഴമില്ലാത്ത പഴംപൊരി. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് കേട്ടോ ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്ത് പേരിടാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു പഴംപൊരിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെയിം കൂട്ട് തന്നെയാണ് ഇതിനും തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രോരം ചേർത്ത് കൊടുക്കണം. അതെന്തിനാന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ദോശമാവ്, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ മാവ് അരച്ചേക്കൂല, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ പഴത്തിന് പകരം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മധുരക്കിഴങ്ങാണ്. ഇപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴത്തിൻ്റെ മധുരവും ഒരു എന്താ പറയുക ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മധുരക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ആ ഒരു പഴത്തിൻ്റെ ഷേപ്പുള്ള നീളത്തിലുള്ള കിഴങ്ങ് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളയാട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതെന്താണ്, ഇതിപ്പോൾ പഴത്തിന് പകരമാവുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തും വെറൈറ്റി ആണല്ലോ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ സാധാരണ പഴം പൊരിക്കുന്ന പോലെ തന്നെ ഞാനിതാ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മാവിൽ മുക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ മാവിലേക്ക് 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തല്ല. അപ്പോൾ അതെന്തിനാന്ന് പറഞ്ഞാൽ ഈ ഒരു കിഴങ്ങിന് അത്ര നമ്മൾ പഴത്തിൻ്റെ അത്ര മധുരയിലല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. എന്നാൽ ആ ഒരു മധുരക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ വെന്ത് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചെയ്യുക. പിന്നെ ഇത് പൊരിച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ പഴംപൊരിയൊക്കെ പലരും കഴിക്കാറുണ്ടല്ലോ, ബീഫ് കറി അല്ലെങ്കിൽ ഫിഷ് കറിയൊക്കെ കൂട്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഒരു മധുരക്കിഴങ്ങ് പൊരിച്ചത് നമുക്ക് അതുപോലെ ചെയ്യട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ എത്രത്തോളം ആ ഒരു മധുരക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് കാണാം ഇതിനുള്ളിലൊക്കെ നല്ല രീതിയിൽ വെന്ത് വരുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിവിടെ മുറിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ആ ഒരു മധുരക്കിഴങ്ങൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ ഒരു പഴംപൊരീൻ്റെ ആ ഒരു മധുരവും കാര്യങ്ങളൊക്കെ കിട്ടും. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്